Problems in linear congruences. Solve the linear congruence 9x is congruent to 21 modulo 30 by solving the corresponding linear Diophantine equation. So we have a linear congruence 9x is congruent to 21 modulo 30. This solve cheyanam, that is we have to find the value of x satisfying this linear congruence by solving the corresponding LDE. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള LDE സോൾവ് ചെയ്തിട്ട് എക്സിൻ്റെ വാല്യൂ കാണണം. നമുക്കറിയാം ഏതൊരു ലീനിയർ കോൺഗ്രുവൻസിനെയും നമുക്ക് കറസ്പോണ്ടിങ് LDE ആയിട്ട് എഴുതാൻ പറ്റും. ദറ്റ് ഈസ് ഇതിന് നമുക്ക് 9x ഈസ് കോൺഗ്രുവൻ ടു 21 മോഡുലോ 30 മീൻസ് 9x മൈനസ് 21 ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 30 എന്നാണ് മീനിങ്. ദറ്റ് ഈസ് 9x മൈനസ് 21 ഈക്വൽ ടു 30 ഇൻറ്റു സം ഇൻറ്റിജർ y എന്നെടുക്കാം, വേർ y ബിലോങ്സ് ടു z. So 9x minus 21 equal to 30y. അതൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയാൽ 9x മൈനസ് 30y ഈക്വൽ ടു 21. ഇതൊരു LDE ആണ്. ax പ്ലസ് by ഈക്വൽ ടു c ഫോമിലാണ്. a ഈക്വൽ ടു 9, b ഈക്വൽ ടു മൈനസ് 30 ആൻഡ് c ഈക്വൽ ടു 21. ഇനി നമ്മൾ d കാണണം. ഒരു LDE സോൾവബിൾ ആണെങ്കിൽ നമുക്കറിയാം d ഈക്വൽ ടു GCD ഓഫ് എയും ബിയും ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 9 ആൻഡ് മൈനസ് 30 എന്ന് പറഞ്ഞാൽ GCD ഓഫ് 9 ആൻഡ് 30 അത് GCD ഓഫ് 9 ആൻഡ് 30 3 ആണ്. ആ GCD എയുടെയും ബിയുടെയും GCD സീനെ ഡിവൈഡ് ചെയ്യണം, അതായത് 3 21 ഡിവൈഡ് ചെയ്യും. അതുകൊണ്ട് ഈ LDE സോൾവബിൾ ആണ്. അതുകൊണ്ട് തന്നെ കറസ്പോണ്ടിങ് ലീനിയർ കോൺഗ്രുവൻസും സോൾവബിൾ ആണ്, സൊല്യൂഷൻ ഉണ്ടാകും. ഇനി അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് GCD ആയ 3യെ എയുടെയും ബിയുടെയും 9ൻ്റെയും മൈനസ് 30ൻ്റെയും ലീനിയർ കോമ്പിനേഷനാക്കി എഴുതണം. അപ്പോൾ 30 ഈക്വൽ ടു 9 ഇൻറ്റു 3 പ്ലസ് 3 എന്ന് എഴുതാം. ഇനി 9 ഈക്വൽ ടു 3 ഇൻറ്റു 3 പ്ലസ് 0. അപ്പോൾ 3 ആണ് GCD. 3നെ റിവേഴ്സ് എഴുതിയാൽ 30 മൈനസ് 9 ഇൻറ്റു 3 ആണ്. 30 മൈനസ് 9 ഇൻറ്റു 3. സോ 3 ഈക്വൽ ടു ഒന്ന് റിവേഴ്സ് എഴുതിയാൽ ദാറ്റ് ഈസ് നമുക്ക് 9 ആണ് ആദ്യം. അപ്പോൾ ഇവിടെ 9 ആക്കി എഴുതിയാൽ മൈനസ് 3 ഇൻറ്റു 9 പ്ലസ് 1 ഇൻറ്റു 30 എന്ന് എഴുതാം. നമുക്കിവിടെ വേണ്ടത് 21 ആണ്. ഇവിടെ 3 ഉള്ളൂ. അപ്പോൾ 3 ഇൻറ്റു 7 ചെയ്താൽ 21 ആവും. അപ്പോൾ 7 കൊണ്ട് ഈ ഇക്വേഷനെ രണ്ട് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്യുക. സോ വി ഗെറ്റ് 21 ഈക്വൽ ടു, ഇവിടെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഇവിടെയും 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ മൈനസ് 21 ഇൻറ്റു 9 പ്ലസ് 7 ഇൻറ്റു 30 എന്ന് കിട്ടും. സോ നമുക്ക് നേരത്തെ എഴുതിയ ഇക്വേഷൻ ഇതായിരുന്നു, 9x മൈനസ് 30y ഈക്വൽ ടു 21. കമ്പയർ ചെയ്താൽ 9x മൈനസ് 30y കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു 9ൻ്റെ കൂടെ വരുന്നത്, നമ്മളതിന് എക്സ് നോട്ട് ഫസ്റ്റ് വാല്യൂ ആണ് എടുക്കുന്നത്, മൈനസ് 21. അതുപോലെ മൈനസ് 30y, അതായത് വൈയുടെ വാല്യൂ മൈനസ് 30യുടെ കൂടെ വരുന്നത്. ഇവിടെ മൈനസ് 30യുടെ കൂടെ മൈനസ് 7 ആണ് വരിക, എന്നാലേ രണ്ടും കൂടെ പ്ലസ് ആവുള്ളൂ. സോ വൈ നോട്ട് ഈക്വൽ ടു മൈനസ് 7. ഇത് രണ്ടാണ് ഈ LDEയുടെ സൊല്യൂഷൻ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സൊല്യൂഷൻ, ഇനി ജനറൽ സൊല്യൂഷൻസ് കാണണം. അതിന് വേണ്ടിയിട്ട് എക്സ് ഈക്വൽ ടു, നമുക്ക് ഇക്വേഷൻ്റെ എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് പ്ലസ് ബി ബൈ ഡി ഇൻറ്റു ടിയും, അതുപോലെ വൈ ഈക്വൽ ടു വൈ നോട്ട് മൈനസ് എ ബൈ ഡി ഇൻറ്റു ടിയുമാണ്. സോ എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് മീൻസ് മൈനസ് 21 പ്ലസ് ബി എന്ന് പറഞ്ഞാൽ മൈനസ് 20 ബൈ 3 ഇൻറ്റു ടി, അതുപോലെ വൈ ഈക്വൽ ടു മൈനസ് 7 മൈനസ് 9 ബൈ 3 ഇൻറ്റു ടി. സോ എക്സ് ഈക്വൽ ടു മൈനസ് 21 മൈനസ് 10 ടി എന്ന് കിട്ടും. വൈ ഈക്വൽ ടു മൈനസ് 7 മൈനസ് 3 ടി, വേർ ടി ഈസ് ആൻ ഇൻറ്റീജർ. ഇതാണ് LDEയുടെ ജനറൽ സൊല്യൂഷൻ. പക്ഷെ നമുക്ക് വേണ്ടത് ലീനിയർ ഡയഫൻറ്റൈൻ ഇക്വേഷൻ്റെ ജനറൽ സൊല്യൂഷനാണ് മോഡുലോ 30 ആയിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം എത്രയാണോ GCD അത്രയും സൊല്യൂഷനാണുള്ളത്. GCD 3 ആണ്, 3 സൊല്യൂഷൻ ഉണ്ടാവുക. അപ്പോൾ D-1 വരെയുള്ളത് 0,
1 2 3 അപ് ടു d-1 വരെയാണ് നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 0 1 2 ഈ 3 വാല്യൂ ആണ് ടിക്ക് നമ്മൾ കൊടുക്കേണ്ടത്. ടിക്ക് വാല്യൂ കൊടുക്കുക. അതുപോലെ ഇവിടെ കോൺഗ്രുവൻസിൽ നമുക്ക് എക്സ് മാത്രം മതി. 9x ഈസ് കോൺഗ്രുവൻറ്റ് ടു 21 മോഡുലോ 30 ആയിരുന്നു നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ എക്സിൻ്റെ മാത്രം വാല്യൂ കണ്ടാൽ മതി. സോ എക്സ് ഈക്വൽ ടു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ -21 -10t ആണ് ടിക്ക് വാല്യൂ കൊടുക്കേണ്ടത്. 0 1 ആൻഡ് 2. അപ്പോൾ എക്സ് ഈക്വൽ ടു ഇക്വേഷനിൽ ടി ഈക്വൽ ടു 0 കൊടുത്താൽ -21 കിട്ടും, 1 കൊടുത്താൽ -31 കിട്ടും, ആൻഡ് 2 കൊടുത്താൽ -41. ഇനി ഈ മൈനസ് വാല്യൂ ഒഴിവാക്കിയിട്ട് വേണമെങ്കിൽ മോഡുലോ 30യിലാണ് ഇതെല്ലാം കിട്ടുന്നത്. മോഡുലോ 30യിൽ നമുക്ക് പ്ലസ് ആക്കി മാറ്റാം. അതായത് 30 ആഡ് ചെയ്താൽ മതി. ഓരോ നമ്പറിൻ്റെയും കൂടെ 3 നമ്പറിൻ്റെയും കൂടെ 30 ആഡ് ചെയ്താൽ നമുക്ക് ഇത് 9 എന്ന് കിട്ടും. 29 ആൻഡ് 30 41 plus 30 -41 plus 30 it is 19. So 9 29 and മോഡുലോ 30 ആണ്. മോഡുലോ 30യിലാണ് ഇതെല്ലാം സൊല്യൂഷൻ ആകുന്നത്. എക്സ് ഈക്വൽ ടു 9 29 ആൻഡ് 19 ആണ് ഈ കോൺഗ്രുവൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ LDE സാറ്റിസ്ഫൈ ചെയ്യുന്ന 3 സൊല്യൂഷൻസ്. Now next we have another problem. Using congruence, solve the Diophantine equation 4x plus 51y equal to 9. തൊട്ട് മുമ്പ് ചെയ്തിട്ടുള്ള പ്രോബ്ലത്തിൻ്റെ നേരെ റിവേഴ്സ്. അവിടെ കോൺഗ്രുവൻസ് ഉപയോഗിച്ചിട്ട് LDE ഉപയോഗിച്ചിട്ട് കോൺഗ്രുവൻസ് സോൾവ് ചെയ്യാനായിരുന്നു. ഇവിടെ കോൺഗ്രുവൻസ് ഉപയോഗിച്ചിട്ട് ഒരു LDE സോൾവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ LDEനെ നമുക്ക് കറസ്പോണ്ടിങ് കോൺഗ്രുവൻസ് ആക്കി മാറ്റണം. 4x plus 51y equal to 19. അപ്പോൾ ഇത് നമുക്ക് 4x minus 9 equal to -51y എന്നെഴുതാം. ദാറ്റ് ഈസ് -51yനെ നമുക്കൊരു മൾട്ടിപ്പിൾ ഓഫ് 51 എന്നെഴുതാം. സോ ഇതിന് 4x ഈസ് കോൺഗ്രുവൻറ്റ് ടു 9 മോഡുലോ 51. എക്സിൻ്റെ ടേമിൽ അങ്ങനെ എഴുതാം. ഇനി വൈയുടെ ടേമിലും എഴുതാം. എങ്ങനെ? 51y minus 9 equal to 4x എന്ന് എഴുതാം. ദാറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4 എന്ന് എഴുതാം. ഇതിനെ 51y ഈസ് കോൺഗ്രുവൻറ്റ് ടു 9 മോഡുലോ 4 എന്നെഴുതാം. അപ്പോൾ ഈ രണ്ട് കോൺഗ്രുവൻസ് നമുക്ക് കിട്ടും. അതിന്ന് ആദ്യത്തിൽ നിന്ന് എക്സും രണ്ടാമത്തിൽ നിന്ന് വൈയും ആണ് സോൾവ് ചെയ്യുന്നത്. ഇനി ആദ്യത്തെ ഇക്വേഷൻ എടുക്കുക. 4x ഈസ് കോൺഗ്രുവൻറ്റ് ടു 9 മോഡുലോ 51. ഇവിടെ GCD ഓഫ് 4 ആൻഡ് 51 1 ആണ്. അതുപോലെ 1 ഡിവൈഡ്സ് 9 ആണ്. അതുകൊണ്ട് സൊല്യൂഷൻ ഉണ്ടാവും. GCD 1 ആയതുകൊണ്ട് യുണീക്ക് സൊല്യൂഷൻ ഉണ്ടാവുക. ഒരൊറ്റ സൊല്യൂഷനെയാണ് ഈ ഒരു കോൺഗ്രുവൻസിന് നമുക്കുണ്ടാവുള്ളൂ. സോ ഇതിന് നമ്മൾ ഒരു ഇക്വേഷൻ നമ്പർ, ഇതിന് ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 2 ആൻഡ് 3. ഇക്വേഷൻ 2ന് ഒരു സൊല്യൂഷനേ ഉണ്ടാവുള്ളൂ എക്സിന്. അപ്പോൾ അത് നമ്മൾ ബൈ ഇൻസ്പെക്ഷനാണ് കണ്ടുപിടിക്കുന്നത്. അതായത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് ഈക്വൽ ടു 1 2 3 4 അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബൈ ട്രയൽ എക്സ് ഈക്വൽ ടു 15 ആണ് കിട്ടുന്നത്. ഇസ് എ സൊല്യൂഷൻ ഓഫ് 2ൻ്റെ ഒരു സൊല്യൂഷനാണ് എക്സ് ഈക്വൽ ടു 15. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന മെത്തേഡ് അതിന് ഇനി റിസൾട്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞ് ഉള്ള പോർഷൻസിൽ പഠിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാതെ തന്നെ ഇതിപ്പോൾ 15 വരെയെങ്കിലും മിനിമം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ അത് ബുദ്ധിമുട്ടായതുകൊണ്ട് അതിനുള്ള മെത്തേഡ്സ് ഇനി നമുക്ക് വരുന്ന പോർഷൻസിൽ ഉണ്ടാകും. സോ ഇവിടെ എക്സ് ഈക്വൽ ടു 15 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഈ ഇക്വേഷൻ സോൾവ് ചെയ്യും ബൈ ഇൻസ്പെക്ഷൻ ഓർ ബൈ ട്രയൽ. Hence the solution of equation 2, the congruence to 4x plus 4x is congruent to 9 modulo 51 is x equal to 15 plus 51t. That is ഒരു സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ജനറൽ സൊല്യൂഷൻ എങ്ങനെ വരാം? എക്സ് പ്ലസ് എൻ ബൈ ഡി ഇൻറ്റു ടി ആണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് സൊല്യൂഷൻ അതായത് x0 എന്ന് പറഞ്ഞാൽ 15 ആണ്. 15 പ്ലസ്
n എന്ന് പറഞ്ഞാൽ 51 ആണ് ബൈ d എന്ന് പറഞ്ഞാൽ അവിടുത്തെ GCD 1 ആണ്, അതുകൊണ്ടാണ് 51/1 51 തന്നെ എഴുതി ഇൻറ്റു ടി. വേർ ടി എന്ന് പറഞ്ഞാൽ ബിലോങ്സ് ടു z. ടി എന്ന് പറഞ്ഞാൽ ഒരു ഇൻറ്റിജറാണ്. സോ എക്സ് ഈക്വൽ ടു 15 + 51 ഇൻറ്റു ടി, അതാണ് ഒരു സൊല്യൂഷൻ. ഇനി നമുക്ക് y കിട്ടണം. y കിട്ടാൻ വേണ്ടിയിട്ട് ഈ എക്സിൻ്റെ വാല്യൂ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്, അതായത് നമ്മുടെ ഈ തന്നിട്ടുള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സിൻ്റെ വാല്യൂ 15 + 51t, അങ്ങനെ വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ഇതേപോലെ നമ്മൾ ഇക്വേഷൻ 2 എന്നാണ് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചത്, ഈ സെക്കൻഡ് കോൺഗ്രുവൻസ് നിന്ന് ഇക്വേഷൻ 3യിൽ നിന്ന് വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാം. രണ്ട് രീതിയിലും ചെയ്യാം. അപ്പോൾ ഇക്വേഷൻ 3 എന്ന് പറയുന്നത് സെക്കൻഡ് കോൺഗ്രുവൻസ് 51y ഈസ് കോൺഗ്രുവൻറ്റ് ടു 9 മോഡുലോ 4 ആണ്. ഇവിടെ 51ൻ്റെയും 4ൻ്റെയും GCD അഗെയിൻ 1 ആണ്, ആൻഡ് 1 ഡിവൈഡ്സ് 9 ആണ്. സോ ഒരു യുണീക്ക് സൊല്യൂഷൻ ഉണ്ടാവും. ബൈ ഇൻസ്പെക്ഷൻ വി ഗെറ്റ് y ഈക്വൽ ടു -1 is a solution. So the general solution is y equal to -1 plus 4/1 into ഒരു വേറൊരു നമ്പർ ടി നമ്മൾ ആൾറെഡി കൊടുത്തു കഴിഞ്ഞു, അപ്പോൾ എസ് കൊടുക്കാം. എസ് ബിലോങ്സ് ടു സെറ്റ്. സോ y equal to -1 plus 4s. എസ് ബിലോങ്സ് ടു സെറ്റ്. സോ എക്സ് നമുക്ക് കിട്ടിയത് 15 plus 51t. ടി ബിലോങ്സ് ടു z. ഇനി ഇത് നമ്മുടെ ഇക്വേഷനിൽ 4x plus 51y equal to 9 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് 4 into 15 plus 51t plus 51 into -1 plus 4s equal to 9 എന്ന് കിട്ടും. ഇനി ഇത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് 60 plus 204t minus 51 plus 204s equal to 9. So that implies we get ഇത് മൂന്നും ക്യാൻസൽ ചെയ്തു പോവും. 60 minus 51 9 ആണ്, 9 and 9 cancelled. So we get 204t minus 204s equal to 0. That is 204t equal to 204s. That implies t equal to s. So t equal to s ആകുമ്പോൾ x equal to നമുക്ക് 15 plus 51t എന്നാണ്. അതുപോലെ y equal to -4 plus 4s എന്നായിരുന്നു. എസും ടിയും ഈക്വൽ ആയതുകൊണ്ട് ഇറ്റ് ഈസ് ടി ബിലോങ്സ് ടു സെറ്റ്. അപ്പോൾ ഇതാണ് LDയുടെ ഡാഫാൻഡൈൻ ഇക്വേഷൻ 4x plus 51y equal to 9ൻ്റെ സൊല്യൂഷൻ. Next we have another problem. Using congruence, solve the LDE 63x minus 23y equal to -7. ഈ ഇക്വേഷൻ നമ്മളൊരു മഹാവീരാസ് പസിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിലെ നമ്മൾ ഫോം ചെയ്യുന്ന LD ആണിത്. അപ്പോൾ അവിടെ ഒരു മെത്തേഡിൽ നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ടാവും. അത് കോൺഗ്രുവൻസ് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ സോൾവ് ചെയ്യുന്നത്. 63x minus 23y equal to -7. സോ ഇതിന്ന് നമുക്ക് 63x is congruent to 23, sorry, -7, 63x plus 7 equal to 23y എന്ന് എഴുതാം. That is a multiple of 23. That is 63x is congruent to -7 modulo 23 എന്ന് എഴുതാം. അതുപോലെ തന്നെ അടുത്തത് -23y ഈസ് കോൺഗ്രുവൻറ്റ് ടു -7 മോഡുലോ 63. ഇങ്ങനെ രണ്ട് കോൺഗ്രുവൻസ് കിട്ടും. ഇനി അതിലെ ഫസ്റ്റ് കോൺഗ്രുവൻസ് കൺസിഡർ ചെയ്യുക. 63x ഈസ് കോൺഗ്രുവൻറ്റ് ടു -7 മോഡുലോ 23. ഇനി ഇതിൽ നിന്ന് നമ്മൾ എക്സ് സോൾവ് ചെയ്യണം. അപ്പോൾ ബൈ ഇൻസ്പെക്ഷൻ ആണ്, ബൈ ട്രയൽ ആണ് നമ്മൾ ഇതുവരെ യൂസ് ചെയ്തത്. ഇവിടെ 63 ഒരു വലിയ നമ്പറാണ്. അതിന് വീണ്ടും എക്സിന് വാല്യൂ കൊടുത്ത് 1 2 3 എക്സെട്ര സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ കുറച്ച് അങ്ങനെ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ഇവിടെ മറ്റൊരു മെത്തേഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ മോഡുലോ 23 ആണ്. അപ്പോൾ 23യും 23യുടെ 63ക്ക് അടുത്തുള്ള ഒരു മൾട്ടിപ്പിൾ എടുക്കുക. അത് 23 × 3 നമുക്ക് 69 കിട്ടും. അപ്പോൾ 69
ഈസ് കോൺഗ്രുവൻറ്റ് ടു 0 മോഡുലോ 23 ആണ്. സോ 69നെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ഇത് 0 മോഡുലോ 23 ആയിരിക്കും. സോ ഈ രണ്ട് കോൺഗ്രുവൻസ് തമ്മിൽ മൈനസ് ചെയ്യുക. സോ 61x മൈനസ് 63x ദാറ്റ് ഈസ് 6x. 6x ഈസ് കോൺഗ്രുവൻറ്റ് ടു 7. 0 മൈനസ് 7 എന്ന് പറഞ്ഞാൽ പ്ലസ് 7. 0 മൈനസ് 7 എന്ന് പറഞ്ഞാൽ പ്ലസ് 7 മോഡുലോ 23. അപ്പോൾ ഇനി ഈ രണ്ട് കോൺഗ്രുവൻസ് സോൾവ് ചെയ്യുന്നതിന് പകരം ഈ 6x ഈസ് കോൺഗ്രുവൻറ്റ് ടു 7 മോഡുലോ 23 സോൾവ് ചെയ്താൽ മതി. അതായത് ഈ വലിയ നമ്പറുള്ള കോൺഗ്രുവൻസിനെ നമ്മളൊരു ചെറിയ നമ്പേഴ്സ് വരുന്ന കോൺഗ്രുവൻസ് ആക്കി മാറ്റി. ദെൻ ഇതിലും നമ്മൾ ചെയ്യുന്നത് സബ്സ്റ്റിറ്റ്യൂഷനാണ്. x ഈക്വൽ ടു 1 2 3 എക്സെട്ര സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ we get x equal to 5 is a solution of 6x is congruent to 7 modulo 23. So x equal to 5 ഇതിൻ്റെ സൊല്യൂഷനാണ്. സോ അത് ഈ കോൺഗ്രുവൻസിൻ്റെയും സൊല്യൂഷനാണ്. 63x is congruent to -7 മോഡുലോ 23. 5 ഒരു സൊല്യൂഷനാണെങ്കിൽ ജനറൽ സൊല്യൂഷൻ we get x equal to 5 plus n by d 23 by d. GCD ഇവിടെ GCD എന്ന് പറയുന്നത് 63യുടെയും 23യുടെയും GCD 1 ആണ് ഇൻറ്റു t where t belongs to z. That is x equal to 5 plus 23 into t where t belongs to z. ഇനി ഇവിടെ നേരത്തെ നമ്മൾ ചെയ്തത് സെക്കൻഡ് കോൺഗ്രുവൻസ് എടുക്കുകയാണ്. അതിൽ നിന്ന് അടുത്ത അതായത് ഈ കോൺഗ്രുവൻസ് എടുത്തിട്ട് y സോൾവ് ചെയ്യാം. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടും ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ഇവിടെ കിട്ടിക്കഴിഞ്ഞു. ഇനി വൈയുടെ വാല്യൂ കാണാൻ ഈ ഇക്വേഷനിൽ നമ്മുടെ മഹാവീരാസ് പസിലിൻ്റെ ഇക്വേഷനിൽ ദാറ്റ് ഈസ് 63x മൈനസ് 23y ഈക്വൽ ടു -7 എന്ന് പറയുന്ന ഇക്വേഷനിൽ x ഈക്വൽ ടു 5 പ്ലസ് 23t സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ 63 ഇൻറ്റു 5 പ്ലസ് 23t മൈനസ് 23y ഈക്വൽ ടു -7. സോ വി ഗെറ്റ് 315 plus 1449t minus 23y equal to -7. That implies 315 plus 7 plus 1449t equal to 23y എന്ന് കിട്ടും. ദെൻ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ that is 315 plus 7 ഈക്വൽ ടു വിക്കറ്റ് ഇത് y ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. y ഈക്വൽ ടു സോ y ഈക്വൽ ടു കിട്ടാൻ 315 പ്ലസ് 7 ദാറ്റ് ഈസ് 322 പ്ലസ് 1449t ഈക്വൽ ടു 23y. സോ വി ഗെറ്റ് y ഈക്വൽ ടു 23 കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യാം. സോ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് y ഈക്വൽ ടു 322/23 പ്ലസ് 1449 ഡിവൈഡ് ബൈ 23t. ദാറ്റ് ഈസ് y ഈക്വൽ ടു ദിസ് വി ഗെറ്റ് 14 ആൻഡ് ദിസ് ഈസ് 63t where t belongs to z. So x equal to 5 plus 23t and y equal to 14 plus 63t where t belongs to z is the general solution of the LDE 63x minus 23y equal to -7. And now next we have a definition, that is the definition of modular inverses. Consider the linear congruence x is congruent to 1 modulo n. അതായത് x is congruent to b modulo n ആണ്. അവിടെ bക്ക് പകരം 1 ആണ്. This congruence relation has a unique solution if and only if നമുക്കറിയാം GCD of aയും n-ഉം 1 ആയാൽ. In another words, when GCD of a and n equal to 1, there is a unique least residue x such that x is congruent to 1 modulo n. Then a is said to be invertible and x is called an inverse of a modulo n, denoted by a inverse. Then a into a inverse
that is 1 that is congruent to 1 modulo n. If A inverse equal to A, then A is self-invertible. That is AX is congruent to B modulo n ആയിരുന്നു നമ്മുടെ general form. We take B equal to 1, so we get AX is congruent to 1 modulo n. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കോൺഗ്രുവൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു എക്സ് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുമെങ്കിൽ, അതായത് എക്സ് കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് പറയുമ്പോൾ ഈ കോൺഗ്രുവൻസ് സോൾവബിൾ ആണ്. അതിന് ജി സി ഡി ഓഫ് എയും എന്നും എന്തായിരിക്കണം, ഒരു ഡി ആയിരിക്കണം. ഡി ഡിവൈഡ്സ് ഇവിടുത്തെ ബി 1 ആയിരിക്കണം. അപ്പോൾ ജി സി ഡി ഓഫ് എ ആൻഡ് എൻ ഈക്വൽ ടു ഡി ഈക്വൽ ടു 1, അതായത് എയും എന്നും റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ ദെൻ 1 ഡിവൈഡ്സ് 1 എന്ന് വരും. സോൾവബിൾ ആണ്. അങ്ങനെ ജി സി ഡി 1 ആണെങ്കിൽ നമുക്കറിയാം യുണീക്ക് സൊല്യൂഷനാണ് ഉണ്ടാവുക. സോ ഇഫ് വി കൺസിഡർ ദി കോൺഗ്രുവൻസ് എ എക്സ് ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ എൻ ആൻഡ് ജി സി ഡി ഓഫ് എ ആൻഡ് എൻ ഈക്വൽ ടു 1, then we get a unique solution, a unique value of x satisfying this congruence. ഈ കോൺഗ്രുവൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സിൻ്റെ ഒരു യുണീക്ക് വാല്യൂ, ഒരേ ഒരു വാല്യൂ നമുക്ക് കിട്ടും. ആ വാല്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എയുടെ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. ഇൻവേഴ്സ് ഓഫ് എ, ഇൻവേഴ്സ് ഓഫ് എ, ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ എ ഇൻവേഴ്സ്, എ റേസ് ടു -1 എന്നുള്ള ഫോമിലാണ് ഡിനോട്ട് ചെയ്യുക. ഈ എ ഇൻവേഴ്സിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ എ എക്സ് ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ എൻ ആണ് ഇക്വേഷൻ. സോ എക്സിൻ്റെ വാല്യൂ എ ഇൻവേഴ്സ് ആണ്. എ ഇൻറ്റു എ ഇൻവേഴ്സ് ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ എൻ. അതായത് എയും എ ഇൻവേഴ്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 1 കിട്ടും നമുക്ക് എവിടെ, മോഡുലോ എന്നിൽ. ഫോർ എക്സാമ്പിൾ നമ്മളതിന് ഇനി എയുടെ ഇൻവേഴ്സ് എ തന്നെയാണെങ്കിൽ, എയും എ ഇൻവേഴ്സും സെയിം ആണെങ്കിൽ, അതായത് ഒരു നമ്പറിൻ്റെ ഇൻവേഴ്സ് അത് തന്നെയാണെങ്കിൽ അങ്ങനെയുള്ള നമ്പേഴ്സിന് നമ്മൾ സെൽഫ് ഇൻവേർട്ടിബിൾ എന്ന് പറയും. സെൽഫ് ഇൻവേർട്ടിബിൾ ആയിട്ടുള്ള നമ്പേഴ്സ്. ദെൻ നൗ വി കൺസിഡർ an example. For example, let n equal to 11, then we can write 7 into 8, that is 56 ആണ്. That is congruent to 1 modulo 11. അതായത് 7 into 8 മൾട്ടിപ്ലൈ ചെയ്താൽ 1 ആണ്. മോഡുലോ 11ൽ 7 into 8 56 ആണ്. 56 minus 1 55. It is a multiple of 11. So in this case we can say that 7 is invertible and 8 is inverse. അതായത് 7 ഇൻവേർട്ടിബിൾ ആണ്. 7ൻ്റെ ഇൻവേഴ്സ്, 7 ഇൻവേഴ്സ് എന്ന് പറയുന്നത് 8 ആണ്. ഇതെല്ലാം മോഡുലോ 11ലാണ്. എല്ലാ മോഡുലോ മാറുമ്പോൾ ഇൻവേഴ്സ് മാറും. അതുപോലെ തിരിച്ചു പറയാം, 8ൻ്റെ ഇൻവേഴ്സ് ആണ് 7 എന്നും പറയാം മോഡുലോ 11ൽ. So that's the example. Then we have a theorem related to this modular inverses. The unique solution of the linear congruence x is congruent to b modulo n, where a and n are relatively prime, is the least residue of a inverse b modulo n. അതായത് എക്സ് ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡുലോ എൻ എന്ന് പറയുന്ന ഒരു കോൺഗ്രുവൻസ് റിലേഷൻ നമ്മുടെ അടുത്തുണ്ട്. എയുടെയും എന്നിൻ്റെയും ജി സി ഡി 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ എക്സ് ഈക്വൽ ടു എന്തായിരിക്കും, എ ഇൻവേഴ്സ് ഇൻറ്റു ബി. എയുടെ ഇൻവേഴ്സ് ആണ്, അതിനെ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം മോഡുലോ എന്നിൽ. ഇതിലെ ലീസ്റ്റ് റെസിഡ്യൂ, അതായത് ഇവിടെ ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള എ ഇൻവേഴ്സ് ബി എത്രയാണോ കോൺഗ്രുവൻസിൽ കിട്ടുന്നത് അതായിരിക്കും അതിൻ്റെ യൂണീക്ക് സൊല്യൂഷൻ. സോ അത് പ്രൂവ് ചെയ്യാൻ നമുക്ക് തന്നിട്ടുള്ള കാര്യം ജി സി ഡി ഓഫ് എ ആൻഡ് എൻ 1 ആണ്. എ എക്സ് ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡുലോ എൻ ആണ്. ജി സി ഡി ഓഫ് എ ആൻഡ് എൻ ഈക്വൽ ടു 1. അപ്പോൾ ജി സി ഡി 1 ആയതുകൊണ്ട് തന്നെ എന്താണ്, എ ഈസ് ഇൻവേർട്ടിബിൾ ആണ്. എ ഇൻവേർട്ടിബിൾ ആണ്. ദാറ്റ് ഈസ് എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും മോഡുലോ എന്നിൽ. മോഡുലോ എന്നിൽ എക്ക് ഇൻവേഴ്സ് ഉണ്ട്. സോ ഈ ഈ കോൺഗ്രുവൻസിനെ നമ്മൾ രണ്ട് സൈഡിലും എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എ ഇൻവേഴ്സ് എ എക്സ് ഈസ് കോൺഗ്രുവൻറ്റ് ടു എ ഇൻവേഴ്സ് ബി മോഡുലോ എൻ. സോ എ ഇൻറ്റു എ ഇൻവേഴ്സ് ഇൻവേർട്ടിബിൾ ആണ്. എയുടെ ഇൻവേഴ്സ് ആണ് എ ഇൻവേഴ്സ്. സോ എയും എ ഇൻവേഴ്സും മൾട്ടിപ്ലൈ ചെയ്താൽ 1 ആണ്. ഏതാണ് മോഡുലോ അതിൽ. അപ്പോൾ 1 ഇൻറ്റു എക്സ് ഈസ് കോൺഗ്രുവൻറ്റ് ടു എ ഇൻവേഴ്സ് ബി മോഡുലോ എൻ എന്ന് കിട്ടും. ദറ്റ് ഈസ് എക്സ് ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ഈസ് കോൺഗ്രുവൻറ്റ് ടു
A inverse B modulo n. So x equal to എന്ത് കിട്ടും? A inverse of B modulo n. ഇനി ഇത് A inverse of B ഇവിടെ ഇപ്പോൾ ഒരു നമ്പർ കിട്ടുന്നു. നമുക്ക് സപ്പോസ് ദാറ്റ് ഇറ്റ് ഈസ് 30 ദെൻ മോഡുലോ 10 ആണെങ്കിൽ നമുക്കിതിനെ ലീസ്റ്റ് നമ്പറാക്കി മാറ്റാം. 30 അല്ല 31 കൊടുക്കാം. 30 ആകുമ്പോൾ കറക്റ്റ് മൾട്ടിപ്ലൈ പോകും. അപ്പോൾ 31 എന്ന് പറഞ്ഞാൽ മോഡുലോ 10ൽ 1 ആണ്. 1 മോഡുലോ 10 അതാണ് ലീസ്റ്റ് റെസിഡ്യൂ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദാറ്റ് ഈസ് ദ തിയറം. തിയറം പറയുന്നത് ഇതാണ്. എക്സ് ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡുലോ എൻ എന്ന് പറയുന്ന ഒരു കോൺഗ്രുവൻസ് ഉണ്ട്. എയും എന്നും റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ നമുക്ക് സൊല്യൂഷൻ കാണാൻ നമ്മൾ ബൈ ഇൻസ്പെക്ഷൻ എന്നൊക്കെ പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി? എയുടെ ഇൻവേഴ്സ് ആണ്. എയുടെ ഇൻവേഴ്സ് ഇൻറ്റു ബി ആയിരിക്കും സൊല്യൂഷൻ. സോ we have problems related to this. Using modular inverse, solve the following congruence equations. 5x is congruent to 3 modulo 6. First question, 5x is congruent to 3 modulo 6. അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സൊല്യൂഷൻ എക്സ് കാണണം. മോഡുലാർ ഇൻവേഴ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ മെത്തേഡ് പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് കോൺഗ്രുവൻസിൻ്റെ ഏത് മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാം. ഇവിടെ മോഡുലാർ ഇൻവേഴ്സ് ഉപയോഗിച്ചാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. 5x ഈസ് കോൺഗ്രുവൻറ്റ് ടു 3 മോഡുലോ 6. ഇപ്പോൾ എ ആണ് 5, ബി 3 ആണ്, ആൻഡ് n ഈക്വൽ ടു 6. ജി സി ഡി ഓഫ് എയും എന്നും ചെക്ക് ചെയ്യണം. 1 ആണെങ്കിൽ മാത്രമേ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യൂ. 5 ആൻഡ് 6 ജി സി ഡി 1 ആണ്. സോ ഇൻവേർട്ടബിൾ ആണ്. അതായത് 5 ഇൻവേർട്ടബിൾ ആണ്. 5 ഈസ് ഇൻവേർട്ടബിൾ മോഡുലോ 6ൽ. മോഡുലോ 6ൽ 5 ഇൻവേർട്ടബിൾ ആണ് എന്ന് കിട്ടും. ഇനി നമ്മൾ 5ൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. 5x ഈസ് കോൺഗ്രുവൻറ്റ് ടു 3 മോഡുലോ 6. അതായത് മോഡുലോ 6ലുള്ള 5 ഇൻവേർട്ടബിൾ ആണ്. 5ന് ഇൻവേഴ്സ് ഉണ്ട്. ഇനി ഏതാണ് ആ ഇൻവേഴ്സ് എന്ന് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ അത്രേ വഴിയുള്ളൂ. അതായത് 5 ഇൻറ്റു ഒരു നമ്പർ നമ്മൾ ചെയ്താൽ എന്ത് കിട്ടണം? കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ 6 എന്ന് കിട്ടണം. 5 ഇൻറ്റു ഒരു നമ്പർ ചെയ്തിട്ട് അതിൽ നിന്ന് 1 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 6ൻ്റെ ഒരു മൾട്ടിപ്പിൾ കിട്ടണം. ഇപ്പോൾ 5 ഇൻറ്റു 1 5 ആണ്. ഇപ്പോൾ 1 പറ്റില്ല. 2 3 4 5 2 ചെയ്താൽ 5 ഇൻറ്റു 2 10 മൈനസ് 1 9 ആണ് വരിക. ഇറ്റ് ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 6. നമ്മൾ 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 5 ഇൻറ്റു 5 25 ആണ്. 25 മൈനസ് 1 24 ആണ്. ദാറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 6 ആണ്. സോ വി ക്യാൻ റൈറ്റ് 5 ഇൻറ്റു 5 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ 6. അപ്പോൾ 5 ആണ് ഇൻവേഴ്സ്. സോ ഇവിടെ 5 തന്നെയാണ് ഇൻവേഴ്സ്. ദാറ്റ് ഈസ് മോഡുലോ 6ൽ. അപ്പോൾ മോഡുലോ 6ൽ 5 ഒരു സെൽഫ് ഇൻവേർട്ടബിൾ നമ്പറാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആ തിയറത്തിൽ ചെയ്തതുപോലെ തന്നെ നമ്മുടെ കോൺഗ്രുവൻസിൻ്റെ രണ്ട് സൈഡിലും ഏതാണോ ഇൻവേഴ്സ് കിട്ടിയത് അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് 5 കൊണ്ട് 5 ഇൻറ്റു 5x ഈസ് കോൺഗ്രുവൻറ്റ് ടു 5 ഇൻറ്റു 3 മോഡുലോ 6. അപ്പോൾ 5 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ മോഡുലോ 6ൽ 1 ആണ്. അപ്പോൾ ഈ 5 ഇൻറ്റു 5ന് പകരം 1 ഇൻറ്റു എക്സ് ഈസ് കോൺഗ്രുവൻറ്റ് ടു ഇവിടെ 15 മോഡുലോ 6. അപ്പോൾ എക്സ് ഈസ് കോൺഗ്രുവൻറ്റ് ടു 15 മോഡുലോ 6. അപ്പോൾ ലീസ്റ്റ് റെസിഡ്യൂ ആണെന്ന് പറഞ്ഞപ്പോൾ ഈ 15 നമ്മൾ വീണ്ടും മാറ്റണം. നമുക്കറിയാം 15ഉം മോഡുലോ 6ഉം തമ്മിലുള്ള കോൺഗ്രുവൻസ് 15 ഈസ് കോൺഗ്രുവൻറ്റ് ടു 3 എന്ന് എഴുതാം. 3 മോഡുലോ 6. സോ ഇത് രണ്ടും കമ്പൈൻ ചെയ്താൽ എക്സ് ഈസ് കോൺഗ്രുവൻറ്റ് ടു ട്രാൻസിറ്റിവിറ്റി പ്രോപ്പർട്ടിയാണ്. എക്സ് ഈസ് കോൺഗ്രുവൻറ്റ് ടു 3 മോഡുലോ 6 എന്ന് വരും. സോ എക്സ് ഈക്വൽ ടു 3 ആവുമ്പോൾ ഒരു സൊല്യൂഷൻ കിട്ടും. അപ്പോൾ ജനറൽ സൊല്യൂഷൻ എഴുതാൻ എക്സ് ഈക്വൽ ടു 3 മോഡുലോ 6 എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് 3 ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 6 എന്നാണ്. അതായത് നമുക്കൊരു 6t എന്ന് കൊടുക്കാം. വെർ ടി ബിലോങ്സ് ടു z, മൾട്ടിപ്പിൾ ഓഫ് 6ന്. സോ എക്സ് ഈക്വൽ ടു 3 പ്ലസ് 6t എന്ന് കിട്ടും. വെർ ടി ബിലോങ്സ് ടു z. ദിസ് ഈസ് ദി ജനറൽ സൊല്യൂഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് വണ്ണ്, 7x ഈസ് കോൺഗ്രുവൻറ്റ് ടു
100 modulo 4 ആണ്. 7x is congruent to 100 modulo 4. A equal to 7, B equal to 100 and n equal to 4. GCD of A and n, GCD of 7 and 4, clearly it is 1. So this 7 is invertible. 7 is invertible. Modulo 4 invertible ആണ്. ഇനി 7ൻ്റെ ഇൻവേഴ്സ് കാണണം. അതായത് 7 ഇൻറ്റു ഒരു ഇൻറ്റിജർ ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ 4 എന്ന് കിട്ടണം. നമുക്ക് 3 എടുത്ത് വെക്കാം. 3 എടുത്താൽ നമുക്ക് കിട്ടുന്നത് 21 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ 4. ഇത് കറക്റ്റാണ്, കാരണം 21 മൈനസ് 1 20 ആണ്. ഇറ്റ്സ് എ മൾട്ടിപ്പിൾ ഓഫ് 4. സോ 7ൻ്റെ ഇൻവേഴ്സ്, 7 ഇൻവേർട്ടിബിൾ ആണെന്ന് പറഞ്ഞു. മോഡുലോ 4ൽ 7ൻ്റെ ഇൻവേഴ്സ് 3 ആണ്. സോ 3 ഈസ് ദി ഇൻവേഴ്സ് ഓഫ് 7. ഇൻവേഴ്സ് ഓഫ് 7 ഈസ് 3 ഇൻ മോഡുലോ 4ൽ. മോഡുലോ 4ലാണ് 7ൻ്റെ ഇൻവേഴ്സ് 3 ആവുന്നത്. ഇനി നേരത്തതുപോലെ രണ്ട് സൈഡിലും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 7x ഈസ് കോൺഗ്രുവൻറ്റ് ടു 100 മോഡുലോ 4. അതിൻ്റെ രണ്ട് സൈഡിലും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 21x ഈസ് കോൺഗ്രുവൻറ്റ് ടു 300 മോഡുലോ 4. സോ ഇതിൽ നിന്ന് x ഈസ് കോൺഗ്രുവൻറ്റ് ടു കിട്ടണം. സോ x ഈസ് കോൺഗ്രുവൻറ്റ് ടു 21 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 21 മോഡുലോ 4ൽ 1 ആണ്. ദാറ്റ് ഈസ് 1 ഇൻറ്റു എക്സ് ഈസ് കോൺഗ്രുവൻറ്റ് ടു 300 മോഡുലോ 4. ഇനി ഈ 300 മോഡുലോ 4നെ നമ്മൾ മാറ്റി എഴുതണം. ലീസ്റ്റ് റെസിഡ്യൂ ആണ്. അപ്പോൾ 300ഉം 4ഉം 4 എന്ന് പറയുന്നത് 300 എന്ന് പറയുന്നത് 4ൻ്റെ മൾട്ടിപ്പിൾ ആണ്. സോ ഇറ്റ് ഈസ് കോൺഗ്രുവൻറ്റ് ടു 0 മോഡുലോ 4. സോ എക്സ് ഈസ് കോൺഗ്രുവൻറ്റ് ടു 300 മോഡുലോ 4 ആണ്. ആൻഡ് 300 ഈസ് കോൺഗ്രുവൻറ്റ് ടു 0 മോഡുലോ 4. സോ വി ഗെറ്റ് രണ്ടും കൂടെ കമ്പൈൻ ചെയ്താൽ ബൈ ട്രാൻസിറ്റിവിറ്റി എക്സ് ഈസ് കോൺഗ്രുവൻറ്റ് ടു 0 മോഡുലോ 4 എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് 0 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4. ദാറ്റ് ഈസ് എക്സ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4. ദാറ്റ് ഈസ് 40 എന്ന് എഴുതാം. സോ എക്സ് ഈക്വൽ ടു 40 വേർ ടി ബിലോങ്സ് ടു സെറ്റ്. അതായത് എക്സ് ഈക്വൽ ടു 40 എന്ന് പറഞ്ഞാൽ 4ൻ്റെ ഏത് മൾട്ടിപ്പിൾ എടുത്താലും നമ്മുടെ കോൺഗ്രുവൻസ് 7x ഈസ് കോൺഗ്രുവൻറ്റ് ടു 100 മോഡുലോ 4ൻ്റെ സൊല്യൂഷൻ ആയിരിക്കും. ഈ എക്സ് എന്ന് പറയുന്നത് 4ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. സോ ദാറ്റ് ഈസ് ദി ജനറൽ സൊല്യൂഷൻ. താങ്ക് യു.